നമസ്തേ. അക്കങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. പക്ഷെ ഈ അക്കങ്ങളെ കൊണ്ട് മലയാളികളെ വെച്ച് എങ്ങനെ കൈയടിപ്പിക്കാം എന്നുള്ളതാണ് അദാനി സത്യത്തിൽ ചിന്തിച്ചത്. ആ പ്രയത്നത്തിൽ അദാനി സത്യത്തിൽ വിജയിച്ചില്ലേ എന്നൊരു സംശയം തോന്നിയാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ് പറയുന്നത്. വിഴിഞ്ഞത്തെ അദാനിയുടെ നിക്ഷേപവും കേരള സർക്കാരിന്റെ നിക്ഷേപവും ഒക്കെ നോക്കുകയാണെങ്കിൽ ആകെ തമ്മിൽ ഒരു അജഗജാന്തരമുള്ള പൊരുത്തക്കേടുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ അടക്കം വാർത്ത കണ്ടാൽ നമുക്ക് തോന്നും വിഴിഞ്ഞത്തെന്തോ വലിയ സംഭവം കേരള സർക്കാരിനായിട്ട് ഇങ്ങോട്ട് നിധി കുഴിച്ചെടുത്ത് കിട്ടിയതുപോലെ. എന്നാൽ ഇത് ശരിയാണോ എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് സംശയം തോന്നുമ്പോൾ ഈ സാമ്പത്തിക മാജിക്കുകളുമായി ബന്ധപ്പെട്ട് ഈ കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംശയങ്ങളാണ് കേട്ടോ. അതിൽ ശരിയുണ്ടെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ചില സംശയങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. 2400 കോടിയും 27,000 കോടിയും കോടികളുടെ കണക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഒന്നുകൂടെ പറയാം. 2400 കോടിയും 27,000 കോടിയും 60 കൊല്ലത്തേക്ക് വിഴിഞ്ഞം പോർട്ട് നോക്കി നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അദാനി ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനിയുടെ പേര് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനിക്ക്, അതായത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് മറ്റ് പോർട്ടുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇതിനു വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. അങ്ങനെയുള്ള ഈ കമ്പനി ഇതിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനത്തിന് വേണ്ടി അദാനി മുടക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് 2454 കോടി രൂപയാണ്. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സർക്കാർ, കേരള സർക്കാർ, LDF എന്നോ UDF എന്നോ അല്ല പറയുന്നത്, കേരള സർക്കാർ മുടക്കിയിട്ടുള്ളത് 6000 കോടി രൂപയാണ്. വിഴിഞ്ഞത്തെ കാര്യമാണ് പറയുന്നത്. വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരൊറ്റ പോർട്ടിന് വേണ്ടി മുടക്കിയതാണ് ഈ കോടികൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചോദിക്കും, അപ്പൊ കേന്ദ്രം തന്നില്ലേ എന്നുള്ളത്. അതെ, കേന്ദ്രം തന്നിട്ടുണ്ട്. ഈ പോരാത്ത പൈസ കുറച്ചുണ്ട്, നിങ്ങൾ ഇത് പിടിച്ചോ എന്ന് പറയൂല. അതുപോലെ കേന്ദ്രം തന്നിട്ടുണ്ട്. 900 കോടി രൂപയാണ്. ഈ 900 കോടി രൂപ പലിശ അടക്കം നമ്മൾ കേന്ദ്രത്തിന് തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മൂല്യം പെട്ടെന്നൊരു ദിവസം കുതിച്ചുയരുകയാണ്. നിസ്സാരമൊന്നുമല്ല. എത്രയാണെന്ന് നിങ്ങൾ കേൾക്കണം. 27,000 കോടിയുടെ മൂല്യമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. ഇതൊരു കുട്ടി കമ്പനിയാണ്. ഈ കുട്ടി കമ്പനിയുടെ വാല്യൂ ആണ് 27,000 കോടിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഇതിന്റെ മൂല്യം ഇത്രമേൽ കുതിച്ചു കൂടിയല്ലോ. ഇത് കുതിച്ചു കൂടിയതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഷെയർ വിറ്റഴിക്കുകയാണ്. ഈ ഷെയർ വിറ്റഴിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? MSC എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. കമ്പനിക്കാണ് ഇത് വിറ്റഴിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏതാണ്ട് ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന MSC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഈ കമ്പനി. അതും നിസ്സാരമല്ല, 49% ഷെയർ ആണ് കൊടുക്കുന്നത്. ഈ 49% ഷെയർ കൊടുക്കുമ്പോൾ, MSCക്ക് കൊടുക്കുമ്പോൾ അദാനിക്ക് കിട്ടിയത് 13,500 കോടി രൂപയാണ്. അദാനിയുടെ പോക്കറ്റിലേക്ക് 13,500 കോടി രൂപ വന്നേ. 2,454 കോടിയാണ് അദാനി വിഴിഞ്ഞം പോർട്ടിൽ മുതൽ മുടക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോ നമ്മളൊരു 2,500 കോടി മുടക്കുന്നു. ഈ 2,500 കോടി മുടക്കിയതിന് ശേഷം, നമ്മുടെ കമ്പനിയിൽ മുടക്കിയതിന് ശേഷം അതിന്റെ ഒരു ഭാഗം ഷെയർ മറ്റൊരാൾക്ക് നമ്മൾ വിൽക്കുകയാണ്. ഈ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് 13,500 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ മുടക്ക് മുതലായിട്ടുള്ള ഏതാണ്ട് 2,500 കോടി രൂപ കണക്ക് കൂട്ട്. ഇത് കിഴിച്ചിട്ട് എത്ര കോടികളുടെ ലാഭമാണ് അദാനിക്ക് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഇനി ഇത് മാത്രമാണോ? ഏതാണ്ട് 51% ഷെയർ ഇപ്പോഴും അദാനിയുടെ കക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോർട്ടിലേക്ക് ഏതാണ്ട് 1000-ഓളം കപ്പലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. നിങ്ങളൊന്ന് ഇത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഏതാണ്ട് വന്നിട്ടുള്ള ഭൂരിഭാഗം കപ്പലുകളും എന്ന് പറയുന്നത് MSC എന്ന് പറയുന്ന ഈ കമ്പനിയുടെ കപ്പലുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം തെളിയുകയല്ലേ, ഈ കമ്പനിയുമായിട്ട് അദാനിക്ക് നേരത്തെയും ബന്ധമുണ്ട്. അപ്പോ അദാനിക്ക് വേണ്ടിയിട്ട് ഈ 1000 കപ്പലുകൾ ഏതാണ്ട് വന്നു പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നു. ഇത് വരുന്നതിനനുസരിച്ച് അദാനി കമ്പനിയുടെ മൂല്യം കൂടുന്നു. അദാനി അത് വിറ്റഴിക്കുന്നു. അദാനിയുടെ പോക്കറ്റിൽ പണം എത്തുന്നു. ഇനി ഇതിൽ മറ്റൊരു കാര്യം വരുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ, അടുത്ത ഘട്ടത്തിലേക്ക് അദാനി ഏതാണ്ട് 16,000 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അദാനി അപ്പൊ ഇങ്ങനെ തലചൊറിഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനിപ്പോ 16,000 കോടി രൂപ ഞാൻ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്ത എത്ര പണമുള്ളവനും ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഉപായം വന്ന് ഭവിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇനി ഈ 16,000 കോടി എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി അദാനിയുടെ കൂട്ടുകക്ഷിയായിട്ടുള്ള MSC കമ്പനി മുതൽ മുടക്കില്ലേ? അപ്പൊ അപ്പോഴും അദാനിക്ക് ലാഭമല്ലേ അവിടെ ഉണ്ടാവുക. പക്ഷെ പലരും പറയുന്നത് 60 കൊല്ലത്തേക്കാണ് ഈ കരാറ്. 60 കൊല്ലം കഴിഞ്ഞ് നോക്കി നടത്തി വൃത്തിയാക്കി എല്ലാം ശരിയാക്കി തക്കിരി മുണ്ടൻ താറാവാക്കി നമുക്ക് അദാനി ഈ പോർട്ടിനെ ഇങ്ങനെ എടുത്ത് കയ്യിലോട്ട് തരുമെന്നാണ് പറയുന്നത്. 60 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 60 കൊല്ലം എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാകുമോ എന്തോ അറിയില്ല. എന്തായാലും ഇതൊക്കെ തരും എന്നുള്ള കാര്യം പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരി വരും. ഈ കാര്യങ്ങളൊക്കെ ഇത്ര എളുപ്പത്തിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ലാഭം ഉണ്ടാകുന്ന പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ അവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമോ, അതോ കേരളത്തിന് ഇനി നിങ്ങൾ ലാഭം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തരുമോ എന്നുള്ളത് അറിയില്ല. ഈ ഉള്ളവന്റെ സംശയമാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, തിരുത്തണം. ഇനി മറ്റൊരു കാര്യം ഇതിൽ വരുന്നത്, ഏതാണ്ട് 335 ഏക്കർ ഭൂമിയാണ് ഈ ഒരൊറ്റ പോർട്ട്, അതായത് ഈ ഒരു കമ്പനി വിഴിഞ്ഞത്തിന് വേണ്ടി ഉണ്ടാക്കിയതിലൂടെ അദാനിയുടെ പോക്കറ്റിലേക്ക് വന്നു വീണിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് പണയം വെക്കാനുള്ള ഒരു അവകാശം കൂടി അദാനിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നാളെ നിയമപരമായിട്ടുള്ള ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുക. തർക്കം ഉണ്ടായാൽ തന്നെ ഈ തർക്കമൊക്കെ നീണ്ടുപോവില്ലേ? നമുക്ക് ഇത്രയും നാളുകൊണ്ടുള്ള ഈ കാലഘട്ടങ്ങളിലെല്ലാം നടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് തീർപ്പായ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ വാർത്തകളൊക്കെ വല്ലതും കണ്ടിട്ടുണ്ടോ? പല മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഇത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലാണ് ഇതിനെ വാർത്ത കൊടുക്കുന്നത്. ശരിയാണ്, വലിയൊരു നിക്ഷേപം എത്തുന്നുണ്ട്. പക്ഷെ അത് കേരള സർക്കാരിന്റെ ഖജനാവിലേക്കോ പോക്കറ്റിലേക്കോ ഒന്നും അല്ല വരുന്നത്, അത് അദാനിയുടെ പോക്കറ്റിലേക്ക് പോകുന്നതല്ലേ എന്നുള്ളതാണ് ഇതൊക്കെ ഈ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നാവുന്ന ഒരു കാര്യം. ഇപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ നമ്മൾ അതിന് ഇവിടെ കിടന്ന് സന്തോഷിച്ചിട്ടോ ബലൂൺ പൊട്ടിച്ചിട്ടോ കേക്ക് മുറിച്ചിട്ടോ ഒക്കെ ഒരു കാര്യമുണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമല്ലേ. നമ്മൾ അങ്ങനെ ചെയ്യുമോ? ലോട്ടറി അടിച്ചാൽ ലോട്ടറി അടിച്ചവന്റെ പോക്കറ്റിലിരിക്കും. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് സന്തോഷിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് വേണമെങ്കിൽ പറയാം, ആ കൂട്ടത്തിൽ ഒരുത്തൻ നന്നായി, അവനെങ്കിലും നന്നായല്ലോ എന്നുള്ളൊരു ആത്മഗതം നമുക്കുണ്ടാകും, അത് നല്ല മനസ്സാണെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ മാത്രമല്ല, ഈ പറയുന്ന MSC എന്ന് പറയുന്ന കമ്പനി നമ്മൾ മറക്കില്ല. MSC കമ്പനി നിങ്ങൾ കേട്ട് കാണും. MSC എൽസ 3 എന്ന് പറയുന്ന ഒരു കപ്പലാണ് നമ്മുടെ ആഴക്കടൽ അവിടെ മുങ്ങിയിട്ടുള്ളത്. ഈ മുങ്ങിയ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുമ്പോഴും അവിടെ മുങ്ങിയത് എന്താണ്, എന്തൊക്കെയായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും
ഇതുവരെയും ഈ കമ്പനി അധികൃതർ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് അത് പറയേണ്ടുന്ന കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ ഷിപ്പിംഗ് കാർഗോ മേഖല എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപകൾ മറിയുന്ന ഒരു ഒരു ബിസിനസ് ആണ്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പല രാജ്യങ്ങളുമായിട്ട് കോണ്ടാക്ട്സും അവിടേക്ക് കാർഗോസ് കൊണ്ടുപോക്കും വരവും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് ഈ ഒരു ചെറിയ കാര്യത്തിനെ കുറിച്ച് അവർ ബോധേഡ് ആകുമോ എന്നുള്ളത് മറ്റൊരു വിഷയം തന്നെയാണ്. എന്തായാലും വിഴിഞ്ഞം പോർട്ടില് വലിയ രീതിയിലുള്ള നിക്ഷേപമൊക്കെ വരുന്നുണ്ട്. ആ 2500 കോടിയും അല്ലെങ്കിൽ 2453 കോടിയും 27,000 കോടിയുടെ വാല്യൂ ഉയർന്ന ഒരു അദാനി കുട്ടി കമ്പനിയുടെയും കാര്യങ്ങൾ ഓർത്തു നോക്കിയാൽ ഇതിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഇല്ലേ എന്ന് സ്വാഭാവികമായിട്ടും ഒരു മലയാളിക്ക് തോന്നിയാൽ അതിനെ നമുക്ക് സംശയത്തിൽ അല്ലെങ്കിൽ അതൊരു തെറ്റ് പറയാനായിട്ട് സാധിക്കുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ പറയാനായിട്ട് മറക്കരുത്.